ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ കന്യാകുമാരിയിലുള്ള സൂര്യോദയം കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്ന ദിവസം കൂടിയാണ്. നമ്മൾ 3rd ഡേ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നാണ് കേട്ടോ ചെക്കൗട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 5:45 ആയപ്പോഴേക്കും തന്നെ ഇങ്ങനെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഡ്രൈവർ അങ്കിൾ പറഞ്ഞു അത് രാവിലെ വരുവാണെങ്കിലാണ് നമുക്ക് അവിടെ നിൽക്കാനായിട്ട് സ്പേസ് കിട്ടുള്ളൂ എന്നിട്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും തിരക്കൊക്കെ കാണുമെന്ന്. അപ്പോൾ നമ്മൾ സൺറൈസ് കാണുന്ന ആ വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ടലും വരുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ റൂമിൽ പോയിട്ട് ഫ്രഷപ്പ് ഒന്നും ആവേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത് കേട്ടോ. 5:45. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഉണ്ടതേ കണ്ടോ ആൾക്കാരിങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ ഓർത്തത് ഇതുപോലെ വന്നിട്ട് കടൽക്കരയിൽ വന്ന് നിന്നാൽ സൺറൈസ് കാണാൻ പറ്റുമെന്നാണ് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ വന്നിട്ട് നമുക്കിനി കുറച്ച് ദൂരം മുന്നോട്ട് നടക്കണം എന്നാലാണ് നല്ല കൃത്യമായിട്ട് നമുക്ക് വ്യൂ പോയിന്റിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ മേഘങ്ങളെല്ലാം ഇങ്ങനെ ചുവന്ന് തൊടുത്ത് നിൽക്കുകയാണ്. ആകാശമൊക്കെ കാണാനായിട്ട് അതിമനോഹരമായിരുന്നു കേട്ടോ. പിന്നെ അറിയാമല്ലോ രാവിലത്തെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും അപ്പുറത്തായിരുന്നു കേട്ടോ സൺറൈസിൻ്റെ ആ ഒരു ഇത്. ശരിക്കും ഞാൻ ഓർത്തത് സൺസെറ്റ് കാണുമ്പോൾ അത്രയ്ക്കുള്ള ഭംഗിയൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു സൺറൈസൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു അനുഭവമായിരിക്കും എന്ന് കരുതി. പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ. നമ്മുടെ കന്യാകുമാരിയിൽ വന്നാൽ ഇവിടെ കിട്ടുന്ന ഒരു സൺറൈസിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതൊന്ന് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ പാറക്കല്ലുകളുടെ മേളിൽ കൂടെ നടന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പാറക്കെട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. കുറച്ച് വലിപ്പമുള്ള വലിയ പാറക്കല്ലുകളാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മളൊന്ന് സൂക്ഷിച്ച് നടന്നാൽ മതി. പിന്നെ പ്രത്യേകിച്ച് ഗ്രിപ്പുള്ള നല്ല ഷൂസ് പോലത്തെ ഇതൊക്കെ ഇട്ടിട്ട് വരണം. ചപ്പലൊക്കെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും അങ്ങനെ സ്ലിപ്പ് ആവത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കൊണ്ട് അവിടെയൊക്കെ ഫുള്ളായിട്ട് ആളായിട്ടുണ്ട്. ഞങ്ങളൊരു പകുതി ദൂരം ആയപ്പോഴേക്കും അവിടെ നിന്നേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും പെട്ടെന്നൊരു നിമിഷം കൊണ്ടാണ് സണ്ണിങ്ങനെ പൊങ്ങി വന്നത്, അതായത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നത് കേട്ടോ. നമ്മൾ പോലും പ്രതീക്ഷിക്കാതിരുന്നൊരു സമയത്താണ്. കുറച്ച് പേരൊക്കെ ഇന്നിനിപ്പോൾ സൺറൈസ് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരികെ പോയായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നു. ഒരു 6:30 സൺറൈസ് കാണാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അതൊരു അത്ഭുതം തന്നെയാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങി ഇങ്ങനെ മേലെ വരുന്നത് കാണാനുള്ളൊരു കാഴ്ചയുണ്ടല്ലോ, അത് കണ്ട് തന്നെ ആവണം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു അനുഭവം ഉണ്ടല്ലോ, അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഈ വർഷം ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് സാധിക്കാനായിട്ട് പറ്റി. അപ്പോൾ അതിലൊന്നായിരുന്നു നമ്മുടെ ഈ കന്യാകുമാരിയിൽ വന്നിട്ടുള്ള ഈ സൂര്യ അസ്തമയം ഉദയവും കാണുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷം തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ചേട്ടനാണെങ്കിൽ ഇവിടെ വള്ളം കൊണ്ടുവന്ന് മീൻ പിടിക്കാനായിട്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ തുഴയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ആയപ്പോഴേക്കും അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റ്. അങ്ങനെ ഞങ്ങളൊരു 7 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇതൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 5-5:30 ആകുമ്പോൾ തന്നെ ഈ വ്യൂ പോയിന്റിൽ എത്തുവാണെങ്കിൽ നമുക്ക് അങ്ങ് അറ്റത്ത് പോയി നിൽക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി അടുത്ത് നമുക്ക് സണ്ണിങ്ങനെ വരുന്നതായിട്ട് തോന്നും. നമ്മൾ കുറച്ച് ലേറ്റായി പോയതേ ഉള്ളൂ, എന്നിട്ട് ഞങ്ങൾക്ക് കുറേ ബാക്കിലോട്ടാണ് നിൽക്കാനായിട്ട് പറ്റിയത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഇവിടെ പോവുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ സ്റ്റേ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കൂ. കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഞങ്ങൾ നേരെ തിരികെ വരുന്ന വഴിയിൽ തന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ മാരുതി റെസ്റ്റോറൻ്റ് ഇല്ലേ, അവിടെ കയറിയിട്ട് ചായ കുടിക്കുകയാണ് ചെയ്തത്. ഞാനൊരു കട്ടൻ പറഞ്ഞു. അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അനിയനും വൈഫൊന്നും വന്നില്ല കേട്ടോ. മോനെയും കൊണ്ട് രാവിലെ വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞവർക്ക്, കാരണം രാവിലെ കുഞ്ഞ് എണീറ്റിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു കാഴ്ച മിസ്സായി. അവരും ചിലപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ആയിരിക്കും ഇത് കാണുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഞങ്ങൾ തിരികെ റൂമിലേക്ക് വന്നപ്പോഴേക്കും അവരൊക്കെ ഉറക്കം എഴുന്നേറ്റ് എല്ലാവരും റെഡിയായി. 7:30 തന്നെ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്നിപ്പോൾ വീട്ടിലേക്ക് തിരികെ പോകുന്ന ദിവസമാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ 1-2 സ്ഥലങ്ങളും കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇവിടുത്തെ ഹോട്ടലിലെ ചെക്ക് ഇൻ ടൈമും ചെക്കൗട്ട് ടൈമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയതാണ്. നമുക്ക് രാവിലെ തന്നെ ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ നമുക്ക് വീട്ടിലെത്തണമായിരുന്നു. അതുകൊണ്ടാണ് അനിയൻ്റെ വൈഫിന് ജോലി ഉണ്ട്, അപ്പോൾ അവൾക്ക് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് നേരത്തെ വീട്ടിലെത്തണമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് നേരെ ഞങ്ങൾ ശുചീന്ദ്രത്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടുത്തെ ക്ഷേത്രം ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് കേട്ടോ. ഏകദേശം 3000 വർഷത്തോളം പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ഈ 3 പേരുടെയും പ്രതിഷ്ഠ ഉണ്ട്. ത്രിമൂർത്തികളുടെ പ്രതിഷ്ഠയുള്ളൊരു ക്ഷേത്രം കൂടിയാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. നമുക്കിവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമുക്ക് വീട്ടിലെത്തണമല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയോളം ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടൊന്നും നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയൊരു ഇവിടെ തന്നെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ കയറിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഭക്ഷണമാണ് കിട്ടുന്നത്. ഞാൻ പൂരിയാണ് പറഞ്ഞത്, അമ്മയ്ക്കും ഇഡ്ഡലിയാണ് പറഞ്ഞത്, ഹസ്ബൻഡ് പൊങ്കലാണ് മേടിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോരുന്ന വഴിയാണ്. അപ്പോൾ തിരികെ പോകുന്ന വഴിയിലാണ് ഞാൻ ഇതൊക്കെ ഒന്ന് കവർ ചെയ്തത്. അപ്പോൾ ഈ അമ്പലക്കുളത്തിലൊക്കെ ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സമയമില്ലാത്ത കാരണം കൊണ്ടാണ് പിന്നീട് ഇറങ്ങാനൊന്നും നിൽക്കാത്തത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട് ഒക്കെയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ കുറേ ഇങ്ങനെ തൂണുകൾ പണിതിട്ടുണ്ട്, തൂണുകളാണ്. അപ്പോൾ അതിൽ ഓരോ തൂണിലും നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓരോ പ്രത്യേക തരത്തിലുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും അത്രേ. എല്ലാ തൂണിലും ഒരുപോലത്തെ സൗണ്ടല്ല കേൾക്കുന്നതെന്നാണ് പറയുന്നത്. അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് വീട്ടിലൊക്കെ വന്ന സമയത്ത് പിന്നീടാണ് വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിൽ ഒരു പടുകൂറ്റൻ ഹനുമാൻ്റെ ഒരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിനുള്ളിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ പത്മനാഭപുരം പാലസിലാണ് വന്നിട്ടുള്ളത്. ഇതും മെയിനായിട്ടുള്ളൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും. തിരുവനന്തപുരം കന്യാകുമാരി നമ്മൾ ടൂർ പാക്കേജ് എടുക്കുമ്പോഴേക്കും പത്മനാഭപുരം പാലസ് ഉറപ്പായിട്ട് അതിൽ ഉൾപ്പെടും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇവിടെ കയറണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. ഇവിടെ വെച്ചിട്ടാണ് മണിച്ചിത്രത്താഴും ഹിസ് ഹൈനസ് അബ്ദുള്ളയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മണിച്ചിത്രത്താഴിലെ ഒരു ശോഭന ഡാൻസ് കളിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, ഒരു മുறை വന്ന് പാർത്തായി, അതൊക്കെ നൃത്ത മണ്ഡപമൊക്കെ ഇതിനുള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. പുറമേ നിന്നുള്ള വീഡിയോസ് മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ കയറിയിട്ട് നമ്മൾ ഓരോരുത്തർക്കും ടിക്കറ്റ് എടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ക്യാമറയോ ഫോണോ ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണ് മാത്രമാണ് ഉള്ളിലേക്ക് കൊണ്ടുപോയത്. അതിന് മാത്രം ടിക്കറ്റ് എടുത്തിട്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ മാത്രമാണ് ഫോട്ടോസ് മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലെന്നൊരു പ്രത്യേകം പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ ബാക്കി എല്ലാവരുടെയും ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോരുന്നത് തൊട്ടിപ്പാലം എന്ന് പറഞ്ഞിട്ടുള്ള മാത്തൂർ തൊട്ടിപ്പാല ബ്രിഡ്ജിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത് ചിലപ്പോൾ അധികം ആർക്കും കേട്ട് പരിചയമില്ലാത്തൊരു സ്ഥലമായിരിക്കും കേട്ടോ. പക്ഷേ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ ഇതുവഴി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളിത് കയറാതിരിക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഈ അടുത്തിടെയാണ് കൂടുതൽ ഇങ്ങനെ പ്രശസ്തമായി തുടങ്ങിയത്. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ ഇതുപോലെ വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ പൈനാപ്പിളും ഇതിനെ അയണിച്ചക്കയെന്നാണ് പറയുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ. അപ്പോൾ നിങ്ങളുടെ അങ്ങോട്ട് എന്താണ് ഇതിൻ്റെ പേരെന്നൊന്ന് പറയണേ. അപ്പോൾ ഇത് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് എപ്പോഴും നാട്ടിൽ വരുമ്പോൾ പറയും ഇത് കഴിക്കണം, കഴിച്ചിട്ടില്ല ഇവരൊന്നും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ അതിൻ്റെ മരമൊക്കെ മുറിച്ച് കളഞ്ഞ കാരണം കൊണ്ട്
നമുക്കിപ്പോൾ ഉള്ള മരത്തിൽ തന്നെ ഏറ്റവും മേലെയാണ് നിൽക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോഴേക്കും ഹസ്ബൻഡിനെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് 2 മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് അവിടെ നിന്ന് അതൊക്കെ മേടിച്ച് കഴിച്ചും കൊണ്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ, ബ്രിഡ്ജിലേക്ക് പോകുന്നത്. അപ്പോൾ നല്ല വെയിലുള്ള സമയത്താണല്ലോ നമ്മൾ വന്നത്. ഞാൻ പറഞ്ഞില്ലേ മെയ് മാസത്തിലെ ആ ചൂടുള്ള ടൈമിലാണ് വന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ആകെ ക്ഷീണിച്ച് നടക്കുവാണ്. പിന്നെ ഇത് കണ്ടോ, ഇതാണെങ്കിൽ കാന്താരി മുളകില്ലേ, അതാണ്. നമ്മുടെ നാട്ടിൽ പോയിട്ട് ഇത് മാർക്കറ്റിലൊക്കെ ചോദിച്ചപ്പോഴേക്കും 1000 രൂപയൊക്കെയാണ് കേട്ടോ വില പറഞ്ഞത്. ഭയങ്കര റേറ്റാണ്. ഇത് BP-ക്കൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോഴേക്കും ആ അമ്മച്ചിയുടെ അടുത്ത് ഇത് 50 രൂപയുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലിരുന്ന എല്ലാം ഒരുമിച്ച് ഇങ്ങ് മേടിച്ചു. അപ്പോൾ 150 രൂപയ്ക്ക് തന്നായിരുന്നു. പിന്നെ നേരെ നമ്മളിവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. 5-10 രൂപയുള്ള കേട്ടോ ഒരാളിന് ടിക്കറ്റ് റേറ്റ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാവർക്കും എടുത്തിട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ ഒരു പാലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ നാത്തൂന് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാരണം അവൾക്ക് ഇങ്ങനെ തല കറങ്ങുന്നത് കൊണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ വരുന്നില്ല. ഞങ്ങൾ ബാക്കി എല്ലാവരും കൂടിയാണ് പോകുന്നത്. ഹസ്ബൻഡും ഞാനും അച്ഛനും അനിയനും കൂടിയാണ് പോകുന്നത് കേട്ടോ. പിന്നെ ആമിയും കൊണ്ട് കയറിയിട്ടുണ്ട്. നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വെക്കേഷൻ സമയമായ കാരണം കൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഈ ഒരു പാലം ഞാൻ കണ്ടപ്പോഴേക്കും ഉണ്ടല്ലോ, താഴേക്ക് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തല ചുറ്റുന്നത് പോലെ തോന്നി. എനിക്ക് ബാക്കിലോട്ടും വരാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഈ വീഡിയോ ുന്നുണ്ടെങ്കിലും എനിക്ക് ഫോണിൽ നോക്കാനോ വേറെ ഒന്നും ശ്രദ്ധിക്കാനോ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ ഊട്ടിയിൽ പോയപ്പോഴും അവിടുത്തെ ഒരു മേൽപ്പാലത്തിലൂടെ നടന്നപ്പോഴും ഇതേപോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ദൂരം വീഡിയോ എടുത്തിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി. നല്ല ഹൈറ്റിനാണിത് പണിതേക്കുന്നത്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു പാലം കൂടിയാണിത്. നമുക്ക് നല്ലതായിട്ട് പേടി തോന്നും. ഒരുപാട് ഹൈറ്റിലാണിത് പണിതേക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഈ പാലം നിർമ്മിച്ചേക്കുന്നത് തന്നെ ജലസേചനത്തിന്, കൃഷി ആവശ്യത്തിനുള്ള ജലസേചനം നടത്താൻ വേണ്ടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ കയറി നിന്നിട്ട് 2 ചുറ്റിലും നോക്കിയാൽ നമ്മുടെ നാട് പോലെ ഇരിക്കും. ചുറ്റും തെങ്ങിൻ തോപ്പുകളും മലകളും ഒക്കെയാണ്. നല്ല രസമാണ് കാണാനൊക്കെ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് ശരിക്കും ഇത് തമിഴ്നാട്ടിലുള്ളൊരു സ്ഥലമാണെന്നേ തോന്നത്തില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് കേരളമാണെന്നേ തോന്നുള്ളൂ. അത്രയ്ക്കും അടിപൊളിയാണ്. പിന്നെ ഇതുവഴി നമ്മൾ കുറച്ച് പാലത്തിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നടന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ചെറിയൊരു ടവർ പോലെ ചെയ്തിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ. അതുവഴി നമുക്ക് ഇറങ്ങി സ്റ്റെപ്പ് വഴി ഇറങ്ങി താഴേക്ക് വരുമ്പോൾ തന്നെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ കുട്ടികളുടെ പാർക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്കിങ്ങനെ കയറി മേലെ വരാം. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരണം കേട്ടോ. എനിക്ക് പിന്നീടായപ്പോഴേക്കും വീഡിയോ എടുക്കാൻ ഒട്ടും പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് തല കറങ്ങിപ്പോയി. അതൊക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ലഞ്ചും കൂടി കഴിക്കാമെന്ന് ഓർത്തു. ഇപ്പോൾ ഏകദേശം ഒരു 2:30 മണിയോളം ആയിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു അക്ഷയപാത്രം എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ്, ഈ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതുവഴി വരുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഈ അമ്മച്ചിയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ഞങ്ങളുടെ ഡ്രൈവർ അങ്കിളാണ് ഈ അമ്മച്ചിയുടെ കട പറഞ്ഞു തന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഭക്ഷണം തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തിരക്ക് കാരണം കൊണ്ട് ഒരു ബാച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങിയതേ ഉള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് നേരത്തെ വീട്ടിലെത്തേണ്ടതും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരികെ പോകാനായിട്ട് ഇരുന്നപ്പോഴേക്കും ആളുകൾ ഇറങ്ങിയതിനനുസരിച്ച് ഞങ്ങളെ കയറ്റി വിടുകയാണ് ചെയ്തത്. പിന്നെ നാടൻ ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്നതൊക്കെ. അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കന്യാകുമാരിയിലെ വിശേഷങ്ങളൊക്കെ. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഒക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് വേറുള്ള സ്ഥലങ്ങളിലുള്ള ട്രാവൽ വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.